യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ബ്ലഡ് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും വിഷമിക്കാതിരിക്കുക, നമുക്ക് നോക്കാം. ഡോക്ടർ, എത്ര കാശ് വേണമെങ്കിലും ചെലവാക്കാൻ ഞാൻ തയ്യാറാ. അതല്ല, മറ്റെവിടെയെങ്കിലും ഭാവനെ കൊണ്ടുപോകണമെങ്കിലും ഞാൻ തയ്യാറാ. അവളെ എനിക്ക് തിരിച്ചു തരണം ഡോക്ടർ. എവിടെ കൊണ്ടുപോയാലും ഇവിടെ ലഭിക്കുന്ന ചികിത്സയിൽ ലഭിക്കൂ. പിന്നെ ഇവിടെ ആവുമ്പോ ലതയെ പോലുള്ളവരുടെ കെയറിംഗിൽ ലഭിക്കുമല്ലോ. പിന്നെ ഇവിടെ എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കരുത്. അത് മറ്റുള്ള പേഷ്യൻസിന് ബുദ്ധിമുട്ടുണ്ടാകും. ലത, എനിക്ക് ഭാവന ഒന്ന് കാണാൻ പറ്റുമോ? കുറച്ചുകൂടി ക്ഷമിക്കൂ സൂര്യ. ഓപ്പറേഷൻ സക്സസ് ആ. അവൾക്കൊന്നും സംഭവിക്കില്ല. പൾസ് റേറ്റ് ഒക്കെ സാധാരണ നിലയിലാണിപ്പോ. ഞാൻ അവിടെ ഉണ്ടാവും. എല്ലാവരും ധൈര്യമായിട്ടിരിക്കുക. ഇവിടെ എല്ലാരും ഇങ്ങനെ കൂടി നിൽക്കണ്ട. ജാനകി, ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ? വാ, നമുക്ക് പോവാം. സേതു, ഇരിക്കെ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം. ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ഗായത്രി, ഓപ്പറേഷൻ കഴിഞ്ഞില്ലേ? ഇനി പേടിക്കണ്ട. അവൾക്കൊന്നും സംഭവിക്കില്ല. ഞങ്ങൾ ഇറങ്ങാം. ജാനകി, വാ, പോവാം. ധൈര്യമായിട്ടിരിക്കണം. മനസ്സ് കൈവിടരുത് കേട്ടോ. ശരി. ജാനകി, എന്റെ ബലമായ സംശയം ഈ ആക്സിഡന്റിന് പിന്നിൽ അംബാലികയാണെന്ന. അംബാലികയോ? അതിനുള്ള ധൈര്യമൊന്നും അംബാലികയ്ക്കില്ല. വിശ്വസിക്കാൻ പറ്റില്ല ജാനകി. അവൾ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. അത്രയ്ക്ക് ദേഷ്യ ഭാവനോടുള്ളത്. എന്നാ പിന്നെ നമുക്ക് അംബാലികയെ പോയി ഒന്ന് കണ്ടാലോ? നേരാ, നമുക്കൊന്ന് പോയി കാണാം. നേരെ അങ്ങോട്ട് പോവാം. ഇവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്നേ? അംബാലികെ, നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അയ്യോ, മനസ്സിലായില്ല. ജാനകി എന്താ ഉദ്ദേശിച്ചേ? കുതിരെ പോലെ പാഞ്ഞു നടന്നിരുന്ന ഭാവനയെ ഒരു കുഞ്ഞിപ്പുഴുവിനെ പോലെ ചുരുട്ടി അടിച്ച് കിടത്തിയില്ലേ, അതിന്. അയ്യോ ജാനകി, ഞാൻ ഭാവന ഒന്നും ചെയ്തിട്ടില്ല. വിവരം അറിഞ്ഞ് ഞാനും ഞെട്ടിയിരിക്കുക. അത് വെറുതെ. അംബാലിക അറിയാതെ ഇതൊന്നും സംഭവിക്കില്ല. വിജയപത്മ, സത്യമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ആരാ ഇത് ചെയ്തെങ്കിലും അവക്കത് അത്യാവശ്യം തന്നെയാ. അപ്പൊ അംബാലിക അറിഞ്ഞില്ലെന്നാണോ? അതേ വിജയപത്മ, ആദ്യം ഈ വിവരം അറിഞ്ഞ് ഞാനൊന്നും വല്ലാതായെങ്കിലും ഇപ്പൊ എനിക്ക് സന്തോഷം തോന്നുക. അപ്പോ അംബാലികയ്ക്ക് ഒന്നും അറിയില്ല അല്ലേ? എന്താ ജാനകി, ഞാൻ പറഞ്ഞിട്ട് വിശ്വാസം വരുന്നില്ലല്ലേ? അല്ല, അയ്യോ, വിശ്വാസക്കുറവൊന്നും ഉണ്ടായിട്ടല്ല. ഭാവനയ്ക്കൊരു അപകടം സംഭവിക്കണമെങ്കിൽ അത് അംബാലിക അനിരുദ്ധനും അറിയാതെ സംഭവിക്കില്ലല്ലോ. അതുകൊണ്ട് ചോദിച്ചതാ. അവൾക്ക് ഇത്ര അത്യാവശ്യം തന്നെ. ഇനിയാണ് ആ കുടുംബം പെടാപ്പാട് വിടുന്നത്. ഭാനു ഡോക്ടർ ആവുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണണം.
അനിരുദ്ധം പുറത്തിറങ്ങിയെന്ന് ഞാൻ അറിഞ്ഞു. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോ ഭാവനയ്ക്ക് വേണ്ടി നല്ലൊരു വിരുന്നാണല്ലോ ഏട്ടനും അനിയത്തിയും കൂടി കൊടുത്തത്. വിജയപത്മ, സത്യമായിട്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ ഏട്ടൻ എന്തെങ്കിലും ചെയ്തോന്ന് എനിക്കറിയില്ല. പാപ്പേട്ടാ, നമ്മൾ പുറത്ത് പറയുമെന്ന് പേടിച്ചിട്ടാ അമ്പാലിക ഒന്നും പറയാത്തത്. സത്യമായിട്ടും അങ്ങനെയൊന്നും അല്ല. ജാനകി, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടേ വിശ്വസിക്കാൻ. ആ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചു. എന്തായാലും ഭാവനയുടെ ശല്യം ഇതോടെ തീരുവല്ലോ. എനിക്കത് മതി. ഇവരോട് ഞാനായിട്ടൊന്നും പറയുന്നില്ല. ആരെ വിശ്വസിക്കണ്ട. ചിലപ്പോ പണി തന്നാലോ. ഏട്ടനെ ഇത് ചെയ്തതെന്ന് ഒരിക്കലും ഇവരോട് പറയാൻ പാടില്ല. എന്താ അമ്പാലിക ആലോചിക്കുന്നത്? ഞങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോന്നാണോ? എന്നാ കേട്ടോ, സംശയം ഉണ്ട്. ഭാവന ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞപ്പോ അവിടെ ഇനി വരാൻ ആരും ബാക്കിയില്ല. പക്ഷേ നിങ്ങളിൽ ആരെയും അവിടെ കണ്ടില്ല. അതാ എനിക്കിത്ര സംശയം വരാൻ കാരണം. എത്ര ശത്രുക്കളാണെങ്കിലും ഒരു ആപത്ത് വന്നാ ആ ശത്രുത പുറത്ത് കാണിക്കാറില്ല അമ്പാലിക. ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കരുത്. ദേ, അബി അങ്ങനെ കേട്ടോണ്ട് വന്നാ പിന്നെ അത് മതി അടുത്ത പ്രശ്നത്തിന്. ആ, എന്നാ പിന്നെ ഞങ്ങളിത് നിൽക്കുന്നില്ല. എന്തായാലും നമ്മുടെ എല്ലാം ശത്രു നിലം പതിച്ചില്ലേ, അത് മതി. അല്ല, എന്നിട്ടിപ്പോ ഭാവനയ്ക്ക് എങ്ങനെയുണ്ട്? സീരിയസാ? തട്ടിപ്പോകാനാ ചാൻസ്. ഓപ്പറേഷനൊക്കെ നടന്നു എന്നാ പറഞ്ഞത്. ഓ, ഞങ്ങൾ അവിടെ നിന്നില്ല. നിന്നിട്ട് എന്ത് കാണാന്? ഇവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അനുമാമൻ അമ്മയെ വിളിക്കുന്നതും കണ്ടു. ഇപ്പൊ ഇത് ഇവര് വന്നിരിക്കുന്നു. എന്തോ രഹസ്യമുണ്ടല്ലോ. അപ്പൊ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്പാലികെ? ഇതുവഴി പോയപ്പോ ഒന്ന് കേറിയെന്നേ ഉള്ളൂ. ശരി. ആ, പ്രതാപൻ സാറ് വരുമ്പോ പറഞ്ഞേക്കണേ. സേതു, സൂര്യ എവിടെ? സൂര്യ, ഭാവനയ്ക്ക് എങ്ങനെയുണ്ട്? സർജറി കഴിഞ്ഞു സർ. ഇപ്പൊ ഒബ്സർവേഷനില്ല. വിഷമിക്കാതിരിക്കും, ഭാവനയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഞങ്ങളിപ്പോ സ്പോട്ടിൽ നിന്നാ വരുന്നത്. ഭാവന ഇടിച്ചിട്ട് വണ്ടിയുടെ CCTV ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ വണ്ടി നമ്പർ വ്യക്തമല്ല. സർ, അവനെ വിടരുത്. എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവൻ ആരാണെന്ന് കണ്ടുപിടിക്കണം. ധൈര്യമായിരിക്കും സൂര്യ, അവൻ ആരായാലും ഞങ്ങൾ പിടികൂടും. ഇതങ്ങനെ യാദൃച്ഛികമായി സംഭവിച്ച ആക്സിഡന്റ് അല്ല എന്ന് ദൃശ്യത്തിൽ നിന്ന് വ്യക്തമാണ്. അപ്പോ ഉറപ്പായിട്ടും ഇതിന് പിന്നിൽ ആരോ ഉണ്ട്. അവൻ ആരായാലും കണ്ടുപിടിക്കണം സർ. ഭാവനയെ കൊല്ലാനും മാത്രം എന്ത് വിരോധം അവന് ഭാവനയോടുള്ളതെന്ന് അറിയണം. സംഭവം നേരിട്ട് കണ്ടവരാരും മൊഴി തന്നിട്ടില്ല. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടുണ്ട്. വിശദമായൊരു അന്വേഷണം നടത്തണം. ഉറപ്പായിട്ടും എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കില്ല. അവനെ കിട്ടുന്ന ആ നിമിഷം സാറിനെ വിവരം അറിയിക്കണം. എന്തിനാ ഞങ്ങളോട് ചതി ചെയ്തെന്ന് എനിക്കറിയണം. തീർച്ചയായും അറിയിക്കാം സൂര്യ. എന്റെ കൺമുന്നിൽ വളരെ വ്യക്തമായിട്ട് കണ്ടാ സർ. ആ കാറ് മനഃപൂർവ്വം തന്നെ ഭാവന ഇടിച്ചത്. പെട്ടെന്നുള്ള ഷോക്കിൽ എനിക്ക് ആ കാറിനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല സർ. എനിക്ക് മനസ്സിലാവും സൂര്യ. സൂര്യയുടെ സ്ഥാനത്ത് മറ്റാരായിരുന്നാലും ഇതുപോലൊക്കെ സംഭവിക്കും. പെട്ടെന്നൊന്നും ചിലപ്പോൾ പ്രതികരിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്തായാലും പ്രതിയെ ഞങ്ങൾ പിടികൂടുക തന്നെ ചെയ്യും.